പ്രശ്നം? കഴിഞ്ഞ ദിവസമാണ് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വസ്ത്രമഴിച്ച് നഗ്നത പ്രദർശിപ്പിച്ച വിനായകന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അടിമുടി രജനിയെ പോലും വിറപ്പിച്ച് കളഞ്ഞ വില്ലൻ. ചെയ്യുന്ന വേഷം ഏതുമാകട്ടെ, അതിലെല്ലാം പ്രകടനം കൊണ്ട് ഒരു ക്ലാസിക് ടച്ച് കൊണ്ടുവരുന്ന താരം. എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. അതിക്രൂരനായ വില്ലൻ മുതൽ കരയുന്ന സാധാരണക്കാരനായി പലകുറി വിസ്മയിപ്പിച്ച താരം. പക്ഷെ പലകുറി പൊതുമധ്യത്തിൽ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ പൊതുജനം ചോദിക്കുന്നു, എനിക്ക് നാണമില്ല കുഞ്ഞപ്പ? നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. ഒപ്പം അസഭ്യ വർഷവും. വാ തുറന്ന തെറിയുടെ പൂരാ. ഇനി നാവ് പൊങ്ങില്ല, തുണി മാറ്റിക്കോളൂ. തുണി തിരിയിക്കോ. നഗ്നചിത്രങ്ങൾ പലതും ഫേസ്ബുക്ക് പേജിലും പോസ്റ്റ് ചെയ്തു. സംഭവ വിവാദമായതോടെ മാപ്പും പറഞ്ഞു. ഇനി ആ ഏരിയയിലേക്കില്ല. സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ലെന്നും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നുവെന്നാണ് താരത്തിന്റെ വിശദീകരണം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. വിവാദങ്ങൾ വിനായകന് കൂടപ്പിറപ്പായി കൊണ്ടു നടക്കുന്നു. ഒരു പ്രത്യേക ജീവിതല്ലേ. സഫീദയുടെ പരിധി ലംഘിച്ചുള്ള പെരുമാറ്റം പലകുറിയുണ്ടായി. കേസ് കൊടുക്കണം പിള്ളച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? അതിനെ പിന്തുണയ്ക്കാൻ അന്ന് ആളുമുണ്ടായി. നമ്മളെയാണല്ലോ മച്ചമ്പി. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? അതിന് ന്യായീകരണങ്ങളും ഉണ്ടായി. നീ വിട്ടു, ഇത് എനിക്കുള്ള പണിയാ. വിനായകൻ എന്ന നടനെ പറ്റി ആർക്കും എതിരഭിപ്രായമില്ല. ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിന് എതിർപ്പൊന്നുമില്ല. എന്നാൽ അതിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒരു മര്യാദ വേണ്ടേ? വിനായകന് മാത്രമല്ല, മലയാളത്തിനൊന്നാകെ നാണക്കേടാണ്. എന്നാ സാറേ, മനസ്സിലായോ?